ഗാസ പിടിച്ചെടുക്കലല്ല, ഹമാസിൽ നിന്ന് സ്വതന്ത്രമാക്കലാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനം അന്താരാഷ്ട്ര സമൂഹം ചോദ്യം ചെയ്ത സാഹചര്യത്തിലാണ് വിശദീകരണം. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉൾപ്പെടെയുള്ള ഗാസയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയതോടെ രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെ തകർക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി. ഇസ്രായേൽ തീരുമാനം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി നാളെ അടിയന്തര യോഗം ചേരും. ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും ശക്തമായ എതിർപ്പുയർന്നതോടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം. ഹമാസിന്റെ നിരായുധീകരണം സാധ്യമാക്കുന്നതോടെ ഗാസയിൽ സമാധാനപരമായ സർക്കാർ രൂപീകരണത്തിനും ബന്ദിമോചനത്തിനും സഹായകമാകുമെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവി ഇയാൽ സാമിറിന്റെ എതിർപ്പ് പോലും തള്ളിയായിരുന്നു തീരുമാനം. കൂടുതൽ രക്തച്ചൊരിച്ചിലിന് വഴിവെക്കുന്ന തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ നിലപാട് കടുപ്പിക്കുകയാണ്. ഗാസയിൽ കുട്ടികളടക്കം കടുത്ത പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ദുരിതം നേരിടുമ്പോൾ ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും കാനഡയും ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചു. ഇസ്രായേലിന്റേത് യുദ്ധ കുറ്റകൃത്യവും ബന്ദികളെ ബലിയർപ്പിക്കലുമാണെന്ന് ഹമാസും ആരോപിച്ചു. എന്നാൽ ആരുടെയും എതിർപ്പ് വകവയ്ക്കുന്നില്ലെന്നും ഇസ്രായേലിന്റെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്താൻ ആർക്കുമാകില്ലെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേൽ തീരുമാനം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഞായറാഴ്ച അടിയന്തര യോഗം ചേരും. വിനാശകരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കി. ജീവനോടെയും അല്ലാതെയുമായി ഹമാസ് തടവിലാക്കിയ 50 ബന്ദികളുടെ മോചനത്തിന് തടസ്സമാകുന്നതാണ് നെതന്യാഹു സർക്കാർ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്തിനകത്തും പ്രതിഷേധം ശക്തമാകുകയാണ്. ബന്ദികളുടെ കുടുംബവും പ്രതിപക്ഷവും നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് ജനകീയ പിന്തുണയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ അഭിപ്രായ സർവേ ഫലങ്ങളും പുറത്തുവന്നിരുന്നു. ഗാസ സിറ്റിയുടെയും മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെയും നിയന്ത്രണം ഏറ്റെടുക്കലാണ് നെതന്യാഹു മുന്നോട്ടുവച്ച പദ്ധതിയിലെ ആദ്യ ലക്ഷ്യം. ഇത് ഇസ്രായേലിന് നേരെയുണ്ടായ ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണ വാർഷികത്തിന് മുന്നോടിയായി പൂർത്തിയാക്കാനാണ് നീക്കം. പിന്നാലെ പൂർണ്ണ അധിനിവേശത്തിലേക്ക് കടക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.